Today we'll discuss about percentages, questions based on income. Okay. So percentage questions based on income എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, a man spends X percentage of his income on food, comma, Y percentage on children's education and Z percentage on house rent. Okay. If he saved rupees R, his total salary will be. Okay. ഇതിന് ഫോർമുല വന്നിട്ട് ഇദ്ദേഹത്തിന്റെ സാലറി 100 into R divided by 100 minus X plus Y plus Z ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ നമ്മുടെ സാലറി ഒരു 10,000 റുപ്പീസ് ആണെന്ന് കരുതാം. ഓക്കെ, അപ്പൊ ഇതില് എക്സ് പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് ഒരു എക്സാമ്പിളിന് ഒരു 10% എന്ന് എടുക്കാം. ഓക്കെ, 10% വി ആർ സ്പെൻഡിങ് ഓൺ ഫുഡ്. ഓക്കെ, ഈ ഫുഡ് എന്നല്ല, ഇത് എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഫുഡ് എന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ 10,000-ല് 10% എത്രയാ? ഇൻറ്റു 10/100. സോ ദാറ്റ് ഷുഡ് ബി 1000 അല്ലേ? സോ രണ്ട് സീറോസ് ക്യാൻസൽ ആയി. 10 into 100 ഇറ്റ് ഈസ് 1000. ഓക്കെ, സോ ഇവിടെ എത്ര നമുക്ക് ബാലൻസ് എത്രയുണ്ട്? ആർ, ഈ ആറിനെയാണ് സേവിങ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ബാലൻസ് ആർ എത്ര ഉണ്ട്? 10,000 minus 1000 which is 9,000. Okay, ഇനി അടുത്തത് ഒരു y എടുക്കാം, y പെർസെൻറ്റേജ്. ഓക്കെ, y പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു 20% ഓൺ റെന്റ് എന്ന് എടുക്കാം. ഓക്കെ, ഇപ്പൊ റെന്റ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ 10,000-ല് 20%, ദാറ്റ് ഈസ് 20% എന്ന് വെച്ചാൽ നമുക്ക് 10,000 into 0.20 എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് 2,000. ഓക്കെ, 0.20 എങ്ങനെയാ എടുത്ത്? 20 divided by 100 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.20. ഓക്കെ, just remember it. Okay, അടുത്തത് ഇനിയൊരു Z പെർസെൻറ്റേജ്. Z പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു 30% ഓൺ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതില് ഈ 10,000-ല് 30% എത്രയായിരിക്കും? 3,000 ആയിരിക്കും അല്ലേ? ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇപ്പോൾ ഇവിടെ ബാലൻസ് എത്രയുണ്ട്? 9,000-ന്ന് 2,000 ഓൾറെഡി മൈനസ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 7,000 ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് വുഡ് ബി ദ ആർ. ഇവിടെ 7,000-ന്ന് വീണ്ടും 3,000 മൈനസ് ചെയ്തു പറഞ്ഞാൽ നമുക്ക് എത്ര റുപ്പീസ് ഉണ്ടാവും? 4,000 റുപ്പീസ് ഉണ്ടാവും. സോ ദിസ് ഇസ് ദ ഫൈനൽ സേവിങ്സ് ആസ് R in 10,000 rupees. Okay. സോ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഫോർമുല എന്തായിരുന്നു? സാലറി ഈസ് ഈക്വൽ ടു 100 into R divided by 100 minus X plus Y plus Z അല്ലേ? So it is 100 into ഈ സേവിങ്സ് 4,000 divided by 100 minus X വന്നിട്ട് 10, Y വന്നിട്ട് 20%, Z വന്നിട്ട് 30%.
പെർസെൻറ്റേജ്. ഓക്കെ, സോ നമുക്ക് ആൻസർ എത്ര വരണം? സാലറി എത്രയായിരുന്നു? 10,000 അല്ലേ നമ്മുടെ സാലറി. അപ്പോൾ ആൻസർ നമുക്ക് ഇവിടെ 10,000 എന്ന് വരണം. ഓക്കെ, സോ ഇറ്റ് ഈസ് 100 into 4,000 divided by 100 minus 10 plus 20 is 30. 30 plus 30 is 60. Okay, so നമുക്ക് it is 100 into 4,000 divided by 40. So E0 cancel, 4 ones are 400 times. So നമുക്ക് 100 into 100 will be 10,000 അല്ലേ? So it is 100 into 100, the value is 10,000. So നമുക്ക് സാലറി എന്താണെന്നുള്ളത് കിട്ടി. ഓക്കെ ഓക്കെ, നമുക്ക് ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ രോഹിത് സ്പെൻസ് 20% of his income on food, 30% on house rent and 25% on clothes. അപ്പോൾ ഇതിൽ നമുക്ക് ഇതെന്താണ്? ഇത് എക്സ് എന്ന് എടുക്കാം, ഇത് വൈ എന്ന് എടുക്കാം, ഇത് സെഡ് എന്ന് എടുക്കാം. സാലറി സേവ്ഡ് പറയുന്നത് 6, സാലറി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സാലറി ഈസ് ഈക്വൽ ടു 100 into R divided by 100 minus x plus y plus z. Okay, so that is 100 into savings എത്രയാ? 750 divided by 100 minus 20 plus 30 plus 25. Okay, so that is 100 into 750 divided by 100 minus 20 plus 30 is 50. 50 plus 25 is 75. Okay, so that is 100 into 750 divided by 25. So നമുക്ക് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 25 1 time, 25 3 times, ഒരു 0. So that is 30 into 100. The salary will be 3,000 rupees. Okay.